ഹായ് ഗൈസ്. അപ്പം കുറച്ച് ലേറ്റായി പോയി, കുറച്ച് തിരക്കിലെല്ലായിപ്പോയി. വേറെ ഒന്നുമില്ല, നമ്മളെ കംപ്ലീറ്റ് ആക്ടറുടെ ബാരോസ് റിവ്യൂ എല്ലാം കണ്ടിട്ടുണ്ടോ? പക്ഷെ എനിക്ക് വിടണമെന്നും എന്ന് തോന്നി. കണ്ടിറങ്ങിയ ആ പടത്തിൻ്റെ ഫുൾ പറയാനിരിക്കുന്ന വെച്ചാൽ ലാലേട്ടന് വല്ല ആക്ഷൻ പടാറ്റം ചെയ്താൽ മതിയായിരുന്നു. കാരണം അവർക്ക് അറിയുന്ന ഒരു സംഭവമല്ലേ കംപ്ലീറ്റ് ആക്ടർ, ഒന്നും പറയാനില്ല അതിൽ. കാരണം ആക്ടിങ്ങിൽ കംപ്ലീറ്റ് ആക്ടർ, മലയാളത്തിൻ്റെ അല്ല ഇന്ത്യയുടെ. ഓക്കെ, അപ്പോൾ ഡയറക്ഷനിൽ ഫസ്റ്റ് ഇറങ്ങുമ്പോൾ ലാലേട്ടനെ 3D ഒഴിവാക്കാമായിരുന്നു. 3D തന്നെയാണോ? കാരണം കുറച്ചൊന്ന് ആകെ ആളെ പിരാന്താക്കിയ മാതിരിയായിപ്പോയി ഫിലിം. 2:35 മിനിറ്റായിട്ടും ഫിലിമുണ്ട്, പക്ഷേ കൊള്ളത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങനെ പറയാൻ കഴിയും. കാരണം നല്ല പടം തന്നെ പറയാം. കാരണം ലാലേട്ടൻ ആദ്യമായിട്ട് ഡയറക്റ്റ് ചെയ്യുന്ന ഒരു പടം, അത് നല്ല ആവേശത്തോടെ. കുട്ടികൾക്ക് മാത്രമുള്ള പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ ഒറ്റയ്ക്കൊന്നും പോകില്ലല്ലോ, കുട്ടികൾ ഒറ്റയ്ക്ക് എവിടെയും പോക്കില്ലല്ലോ, കുട്ടികളപ്പുറം പാരൻസും ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിനൊരു ലോജിക്കില്ല. അപ്പോൾ അത് പാരൻസും കൂടി കാണേണ്ട ഒരു പടമല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് എനിക്കത്ര വലിയ ദേഷ്യമില്ല. ഇനിയിപ്പം നിങ്ങൾക്ക് എങ്ങനെയാണ് കണ്ടിട്ടുണ്ടാവും, അധികം 90% ആൾക്കാർ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതിൽ എനിക്ക് പറയാനുള്ളത് ഇത്ര മാത്രമാണ്. ഇത് കുട്ടികൾക്ക് മാത്രമായിട്ടുള്ള പടം എന്ന് പറഞ്ഞിട്ട് ഒരു തിയേറ്ററിലും അങ്ങനെ ഒരു പടം ഇറങ്ങിയിട്ടില്ല. അപ്പോൾ ഈ പടം എനിക്കത്ര വലിയ ഇഷ്ടപ്പെട്ടില്ല ഗൈസ്, അതാണ് സത്യം. കാരണം നമ്മൾ പണ്ട് നമ്മളെ ചെറുപ്പത്തിൽ ഓഫാബി, മൈഡിയർ കുട്ടിച്ചാത്തൻ ഇതൊക്കെ കണ്ടു വളർന്ന ആൾക്കാരല്ലേ. അപ്പോൾ ഇത് കുട്ടികൾക്ക് എന്ന് പറയുമ്പോൾ, ഇപ്പോഴത്തെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പടം എന്ന് പറയുമ്പോൾ ഒരു വ്യത്യസ്തത തന്നെ വേണം. അപ്പോൾ അതേ ഉള്ളൂ എനിക്ക് പറയാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിൻ്റെ മേക്കിങ് എല്ലാം ഒപ്പിക്കാം, മേക്കിംഗ് എല്ലാം കണ്ടിരിക്കുക, അങ്ങനെ പറയുമെങ്കിൽ. ഇപ്പോൾ ഏത് ഇതിനകത്തുള്ള ഇതിലായാലും ഞാൻ പറയുന്നതാണ്, ആർട്ടിലായാലും ശരി, ഇപ്പോൾ 3D മേക്കിങ്ങിലായാലും ഇതിനെക്കാട്ടിയും ബെറ്റർ നമ്മളെ പണ്ടത്തെ കുട്ടിച്ചാത്തം തന്നെ വീണ്ടും ഇട്ട് കാണുന്നതായി തോന്നും. കാരണം ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്ന ലാലേട്ടൻ ഓക്കെ, ലാലേട്ടൻ എന്തായാലും കുറേ ആക്ഷൻ ചെയ്യാണ്ടിരിക്കില്ലല്ലോ. ബാക്കിയുള്ള ആൾക്കാരൊന്നും എവിടെ നിന്നൊക്കെയോ കൊണ്ടുവന്ന ഫോറിനേഴ്സൊക്കെ. പിന്നെ ഒരു ജീവിയുണ്ട്, ജീവിയൊക്കെ അസഹനീയമാണ്. കാരണം പക്കാ പിരാന്താവും. കാരണം ഇടക്കിടക്കുള്ള ഡബ്ബിങ്ങാണ് മെയിനായിട്ട് പിരാന്താക്കുന്നത്. കാരണം നമുക്ക് അത്ര വലിയ ദഹിക്കൂല ഇത്. ഓവറോൾ ഈ പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിയൊക്കെ വേണ്ടിയെന്ന് പറയുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ എനിക്ക് വലിയ ദഹിച്ചിട്ടില്ല. എല്ലാവരോടും കൂടി നിങ്ങൾ കണ്ട് നിങ്ങളെ അഭിപ്രായം. എൻ്റെ ഒരു കാര്യം പറയുന്നത്, കാരണം ആ ഒരു ഡയറക്ഷൻ ഒരു സീരിയൽ ടൈപ്പ് അല്ലെങ്കിൽ ഒരു നാടകം ആ ഒരു റേഞ്ചിലേക്ക് കൊണ്ടുപോയോ എന്നൊരു സംശയം. കാരണം അത് കാണുമ്പോൾ ഒരു ചില ടൈമിൽ ഒരു വൾഗർ എന്തെല്ലോ ആയി തോന്നും നമുക്കൊരു എണീച്ചു. കാരണം 2:35 മിനിറ്റ് എന്താണ് ഈ പടം, ഫസ്റ്റ് ഹാഫൊക്കെ എന്താ ഉദ്ദേശിക്കുന്നതെന്നൊന്നും ഒരു നിധി കാത്തുക്കുന്ന ഒരു ഭൂതം, ഒരു 400 കൊല്ലം മുന്നേ ഉള്ള ഒരു കഥ, ഒരു സ്വർണവും വൈര്യങ്ങളും അങ്ങനത്തെ എല്ലാം കാക്കുന്ന ഒരു ഭൂതം, അതായിട്ടാണ് വരുന്നത്. പിന്നെ കുറച്ച് ഈ ഒപ്പരമുള്ള ആ ഒരു ഒരു ജീവി, ആ ജീവിൻ്റെ ഒപ്പരമുള്ള കുറച്ച് ഇൻട്രാക്ഷൻസ്, പിന്നെ പാട്ടെല്ലാം അവിടെ അങ്ങനെ ലാലേട്ടന് ഓക്കെ, ലാലേട്ടൻ പാട്ട് പാടും നമുക്ക് പറയാം. പക്ഷെ ഇങ്ങനെ പാടരുത്. കാരണം ആകെ എന്തെല്ലോ മടിയായിപ്പോയി. ലാലേട്ടൻ ശരിക്കും പറഞ്ഞാൽ ഒരു ആക്ഷൻ പടം എടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ആൾക്കാർ 2 കൈ നീട്ടി സ്വീകരിച്ചില്ല, എനിക്കറിയില്ല. പല റിവ്യൂകളും വരുന്നുണ്ടല്ലോ, പോസിറ്റീവും നെഗറ്റീവും. പക്ഷെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ എനിക്കിത് തീരെ തേച്ചില്ല, കയറി കൊളുത്തിയില്ല. ഓവറോൾ എല്ലാം കൊണ്ടും. ഇപ്പോൾ പടത്തിലിപ്പോൾ തിയേറ്ററിൽ വൈസ് കാണുന്നതെങ്കിൽ ഏതെങ്കിലും, ഇപ്പോൾ നമ്മളെ നാട്ടിൽ ഞാൻ പറഞ്ഞില്ല സവിത കണ്ണൂർ, അപ്പോൾ അവിടെ സരിതയിലായിട്ടാണ്, മീൻസ് ഏതെങ്കിലും ഒരു തിയേറ്ററിൽ മാത്രമേ കളിക്കുന്നുള്ളൂ, ബാക്കിയെല്ലാം മാർക്കും തന്നെയാണ് കയറി പോകുന്നത്. അപ്പോൾ ലാലേട്ടൻ ഇനി അടുത്ത ലെവലിൽ ഡയറക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് ഒരു ആക്ഷൻ പടം അല്ല, ലാലേട്ടൻ അതെല്ലാം പൊളിക്കും. പിന്നെ ഇതിനകത്ത് ഡബ് ചെയ്തിരിക്കുന്ന സേതാമേനല്ലൊക്കെ എൻ്റെ അമ്മോ കണ്ട ഓർഡർക്ക് തിരിക്കും. ആകെ പിരാന്താക്കുന്ന ഒരു സിനിമയാണ്. കുട്ടികൾക്ക് വേണ്ടി എന്ന് പറഞ്ഞിറക്കുമ്പോൾ വലിയ ആൾക്കാരും കൂടി പോകുമല്ലോ അപ്പോൾ അവരും അതിൻ്റെ അകത്ത് ഇരുന്ന് സഹിക്കണ്ടേ, ആ ഒരു ചോദ്യം വരും. അതുകൊണ്ട് പ്ലീസ് അടുത്ത പ്രാവശ്യം ഡയറക്റ്റ് ചെയ്യുമ്പോൾ എൻ്റെ ഒരു അഭ്യർത്ഥന ആക്ഷൻ പടം ചെയ്യണമെന്ന്. ഓക്കെ, ഇത് ഒരു നെഗറ്റീവോ പോസിറ്റീവോ അങ്ങനെ ആയിട്ട് കരുതണ്ട, ഇത് എൻ്റെ ഒരു അഭിപ്രായം. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണുന്നവരായിരിക്കും. ബൈ.